വല്ലായിക വല്ലതും ഉണ്ടോ? ഏയ് ഇല്ലില്ല, ഒന്നുമില്ല. ഞാൻ കുറെ നേരമായോ ഇങ്ങനെ? ഇല്ല, ഒരു 5 മിനിറ്റ്. ഇപ്പം എങ്ങനെയുണ്ട്? വേണോ ഡോക്ടറെ വിളിക്കാം, ഇവിടെ അടുത്തുണ്ട്. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്കിങ്ങനെ വരാറുള്ളതാ. നിങ്ങൾ പേടിച്ചോ? ആ, ഞാൻ നന്നായിട്ട് പേടിച്ചു. കുട്ടി വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ സതീശൻ സാറിനോട് പറഞ്ഞോളാം. നിക്ക്, പോവല്ലേ. ഒരു കാരണവശാലും സാറിനോട് ഇത് പറയരുത്. അതെന്താ? ഇതിന്റെ പേരിൽ ഈ ജോലി അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതിന്റെ പേര് ജോലിയൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. എന്നാലും പറയണ്ട പ്ലീസ്. ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാല്ലേ? ഒന്നും വേണ്ട, സതീഷ് സാർ ഉച്ചയ്ക്ക് വരും. നമുക്ക് അതിനു മുമ്പ് തീർക്കണം. കുട്ടിയെ പൊസിഷനിൽ നിന്നോളൂ. ഓക്കെ, ചെല്ലു. It's simply great. മായ വരച്ചതാ. ഇത്രയും ഫാസ്റ്റായിട്ട് ഇതേവരെ ഒരാൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ അറിവിലില്ല. 2-3 മണിക്കൂർ അത്രേ എടുത്തുള്ളൂ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ ഒടുവിൽ വന്നു ചേർന്നു അല്ലേടോ? അത്ഭുതമെന്നേ പറയാനുള്ളൂ. ഒരു നിമിഷം റാണി എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലൊരു അനുഭവം. She's talented, no doubt. ഡോക്ടർ ജീവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ പരീക്ഷിക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞില്ലേ? അതൊന്നും കാര്യമാക്കാനില്ല. എന്ത് വില കൊടുത്താലും ആ കുട്ടിയെ നമുക്ക് നിലനിർത്തണം. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും വേണം. ഞാനും അത് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കുമെന്നാ എനിക്ക് ഡൗട്ട്. പെരുമാറ്റത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ആർട്ടിസ്റ്റ് അല്ലേ, സ്വാഭാവികം. കുറച്ചൊക്കെ നമുക്കും പൊരുത്തപ്പെടാം. എന്താ പറ്റില്ലേ? തുടക്കത്തിലെ സാറ് പറഞ്ഞത് നേരെ തിരിച്ചാ. കഴിവിത്തിരി കുറഞ്ഞാലും ഡിസിപ്ലിൻ ഉള്ളവരെ വെക്കണമെന്ന്. ഈ വർക്ക് ചെയ്തയാളെ എങ്ങനെയാണോ നമ്മൾ ഒഴിവാക്കുക? സതീശന് പറ്റുമോ? പ്രയാസമാണ്. അതെ, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. സാറേ, ആ കുട്ടി പോയിട്ടില്ല കേട്ടാ. ആര്? മായയോ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? 1-2 വട്ടം കയറി ചെന്നതാ. വരച്ചോണ്ടിരിക്കണവൻ പറയാൻ തോന്നിയില്ല. ആ ശരി. വെളിച്ചം കുറവല്ലേ? മാനുവേന്ദ്ര സാർ ഇത് കണ്ടു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? അദ്ദേഹം എത്രയോ വലിയ ചിത്രകാരന്മാരെ കണ്ടിട്ടുള്ള ആളാ. എന്നിട്ടും വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. മായ വരച്ച മുഖം അദ്ദേഹം നേരിൽ കണ്ടുന്നേ. ഒടുക്കം അഭിമാനത്തോടെ പറഞ്ഞു, ഇറ്റ്സ് സിംപ്ലി ഗ്രേറ്റ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ നാവിന്ന് അങ്ങനെ കേൾക്കുക എന്ന് വെച്ചാൽ തന്നെ വലിയ കാര്യമല്ലേ?
കൊട്ടാരം വല്ലിക്കാരുടെ പ്രശംസ കേൾക്കാനല്ല മായ വരയ്ക്കുന്നത്. ദിസ് ആർട്ട് നത്തിങ് ലെസ്. കൈയടിക്ക് വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് വിട്ടികളാ, വിട്ടികൾ. എന്താ മായേ, എന്താ പറ്റിയേ? സാർ, എനിക്ക് മാപ്പ് തരണം. എന്താ ഇത്? ചില നേരത്ത് എനിക്കെന്നെ നിയന്ത്രിക്കാനാവില്ല. മനസ്സിൽ തോന്നിയതൊക്കെ ഞാനങ്ങ് വിളിച്ച് പറഞ്ഞു പോകും. കേൾക്കുന്നവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യമൊന്നും എനിക്ക് ഓർമ്മയിൽ വരില്ല. മായ മനസ്സിൽ തോന്നിയതല്ലേ പറഞ്ഞുള്ളൂ, തോന്നാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അറിവിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു നുള്ളു പ്രശംസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അല്ല, പൊതുവെ മനുഷ്യരങ്ങനെ. മായ മാത്രം ഒരു എക്സെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അത് എപ്പോഴും അങ്ങനെയല്ല. ചില നേരത്ത് ഞാൻ വളരെ വൃത്തികെട്ടവളാ. ആരും വെറുത്തു പോവും. അതായത് ഇനി കുട്ടിയോട് ഇടപഴകാൻ നേരവും കാലവും നോക്കണമെന്ന് അർത്ഥം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അറിയാലോ, എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ അറിയാം. ഇനിയിപ്പോ ജീവനോട് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അയ്യോ സാറേ, അരുത്. ജീവൻ ഡോക്ടർ ഒരു കാരണവശാലും ഇത് അറിയരുത്. എന്താണ് അറിഞ്ഞാൽ? ആ നിമിഷം ഇതെല്ലാം അവസാനിക്കും. സത്യം പറഞ്ഞ എനിക്ക് ഈ ജോലി വല്ലാതെ ഇഷ്ടമായി. ഞാനിവിടെ നന്നായിട്ട് നിന്നോളാം. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, തൽക്കാലം ഞാൻ ജീവനോട് പറയുന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ കയ്യില്ല. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. നിനക്ക് ഞാൻ ഓട്ടോ വിളിക്കാം. വേണ്ട സാർ, കാറ് വന്നിട്ടുണ്ട്. ശരി. സാറും അധിക നേരം ഇവിടെ നിൽക്കണ്ട. ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം ഇത്. വായിച്ചോ? ഇത് മനു എഴുതിയതാണോ? എന്ന് പറയാനൊക്കില്ല. ഇതിൽ എൻ്റെ കൂട്ടിച്ചേർക്കലൊന്നുമില്ല. പിന്നെ എല്ലാം മരിച്ചുപോയ രാമോണ്ണം പറഞ്ഞതാ. ഞാനൊരു കേട്ടെഴുത്തുകാരൻ. അതെ, ഇത് മുഴുവൻ ഇവിടെ നടന്നതാണ്. അത് മായക്ക് എങ്ങനെ അറിയാം? ഇത് വല്ലതും കേട്ടിട്ടുണ്ടോ? എങ്ങനെ അറിയാമെന്ന് എനിക്കറിയില്ല.
പക്ഷേ ആദ്യ ദിവസം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങളെ പലരെയും ഞാൻ കണ്ടു. ദേവ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. ചില മനുഷ്യർക്ക് അങ്ങനെ സാധിക്കും. എന്നുവെച്ചാ കാലങ്ങൾക്ക് മുമ്പേ മരിച്ചവരാണേലും അവരുടെ ഒരു എനർജി എനിക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ ഒരു ഇമേജ് അല്ലെങ്കിൽ സ്വരം, ആ ട്രാൻസിൽ പെട്ടുപോയാ എനിക്കവരെ കാണാനും പറ്റും. മായ എന്തൊക്കെ കണ്ടു? ആദ്യ ദിവസം ഞാൻ ഇവിടുന്ന് പോയത് രാത്രിയാ. സാറത് ഓർക്കുന്നില്ലേ? ഉവ്വ്. പോകാൻ നേരത്ത് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ അധിക നേരം ഇവിടെ ഇരിക്കണ്ടെന്ന്? ഉവ്വ്, ഓർക്കുന്നു. ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് മായ കണ്ടത്? സാറിന്റെ മുറിയില് ഞാൻ ഹലോ. ഹലോ സാറേ, മായ മേഡത്തിന് കാറ് വന്നു. ആ, പറയേ. മായ എന്താണ് എൻ്റെ മുറിയിൽ കണ്ടത്? അവിടെ ഞാൻ വരുമ്പോ സാറിന്റെ തലയ്ക്ക് മേലെ ഒരു സ്ത്രീ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ കുരുക്കിട്ട് കണ്ണൊക്കെ തുറച്ച് ചുണ്ട് കടിച്ചു മുറിച്ച്. ഈശ്വരാ. അല്ല, അതത്ര കാര്യമൊക്കെ ഉണ്ട്. അത്തരം ഇല്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും. ഞാൻ അനുഭവിക്കുന്ന പെയിൻ നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞറിയിക്കാൻ എനിക്കും പറ്റണില്ല. അത് ശരിയാ. രാമുണ്ണ ഈ കഥകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വേറൊരു മൂഡിലാവുമായിരുന്നു. സ്വരം തന്നെ മാറും. വേറെ ഒച്ചയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയ്യോ, പുറത്തുണ്ടായിരുന്നോ? ഇതാ വരുന്നു. മായ, ആരാ വന്നത്? ബാലി, സഞ്ജയ് ബാലി. അയാളാരാ? ആരാ അത്? അയാൾ അവരുടെ ഭർത്താവാണോ? അറിയില്ല. ആദ്യത്തെ രാത്രിയിൽ മായ കൂട്ടാൻ അയാൾ വന്നിരുന്നു. സാർ ചോദിച്ചില്ലേ? അന്നും അകത്ത് കയറിയില്ല. നകുലിന് എന്ത് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. ഇതിപ്പോൾ ആകെ ദുരൂഹതയാണല്ലോ. മായയും ഇതിനൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഇവിടെ നിർത്തുന്നത്? സാറേ, ഞാൻ ഇപ്പം വരാം. ആ സാറേ. മനുവോ? നീ എവിടെയായിരുന്നു? ഞാൻ അവരുടെ പിന്നാലെ പോയതാ. മായയുടെ പിന്നാലെയോ? ആ അതെ സാറേ. അവര് ജഗതിയിലൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. കൂടെ വന്നത് സഞ്ജയ് ബാലി, കോടീശ്വരനായ ഡോക്ടറാ. ഡോക്ടറോ? ആ അതെ. പക്ഷെ എന്തോ കാരണത്താൽ അയാളുടെ ലൈസൻസ് റദ്ദായിപ്പോയെന്ന് അറിഞ്ഞത്. ആ പരിസരത്തുള്ള ഒരാൾക്കും ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഞാൻ IMA ബന്ധപ്പെട്ടപ്പോൾ ഇയാളുടെ യഥാർത്ഥ പേര് കിട്ടി. എന്താ അത്? ഡോക്ടർ നരസിംഹമൂർത്തി.
സാറിൻ്റെ ഫ്രണ്ട് പറഞ്ഞു സാറേ. ആ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഓ ശരി സാർ. ഞാൻ വന്നോണ്ടാണോ ഇയാൾ പോകുന്നത്? അല്ലല്ല, പോയിട്ട് കുറച്ച് പണിയുണ്ട്. ശരി. മനു, ഏ? നാളെ കാലത്ത് നേരത്തെ വരണം. ഓ. വന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഓ ശരി സാർ. ഉം. എന്താ ഇത്? തുറന്നു നോക്ക്. രോഗിയുടെ മരണം, ഡോക്ടർ അറസ്റ്റിൽ. ഇത് ഞാൻ വായിച്ചിട്ടുള്ള വാർത്തയാണല്ലോ. വായിക്കാതിരിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് നൊട്ടോറിയസ് അല്ലേ. കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി അവനെ വെറുതെ വിട്ടു. അല്ല, ഇതെന്താ ഇപ്പൊ എനിക്കെടുത്ത് തരാൻ കാരണം? നീ പറഞ്ഞില്ലേ മായയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്ന്. മായ ഇപ്പൊ ഇയാളുടെ കൂടെയാ. അത് ശരി. നീ ഇതിൽ ഇത്രയ്ക്ക് അഫക്റ്റഡ് ആവുന്ന എന്തിനാ? നിനക്കറിയാലോ, ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ ഞാൻ ഒരാളോട് പോലും വഴക്കിട്ടിട്ടില്ല. ഈ നരസിംഹമൂർത്തി എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ശത്രുവാ. അറസ്റ്റിലാവുന്ന ദിവസം എൻ്റെ കണ്ണുകളിൽ നോക്കി അയാൾ പറഞ്ഞു, സതീഷ്, നിന്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന്. ആ ശത്രു ഇന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ മുന്നിലേക്ക് വന്നു. അറിയാലോ എന്തിനായിരിക്കും അയാൾ വന്നതെന്ന്? മേഡം അകത്ത് കയറിയില്ലായിരുന്നാ? ഇല്ല. എന്തിനു പറ്റി? സാറ് വാതിൽ തുറക്കണില്ലേ? എന്തു പറ്റിന്ന് അറിയില്ല. നില്ലേ? ഹലോ ബാലി സാറേ, ഞാനാ ഗോവിന്ദൻ. സാറിൻ്റെ ഫുഡും കൊണ്ട് വന്നതാ. വാതിൽ തുറക്ക സാറേ. മേഡം, സാറ് വാതിൽ തുറക്കുമ്പം ഷണ്ടേനങ്ങ് കയറിക്കൊള്ളണം. ഏത് സാറേ? മേഡം കയറിക്കോട്ടെന്ന്. നാട്ടുകാർ കണ്ട സാറിനല്ലേ കേട്? സാറ് വലിയ ആളല്ലേ? നിനക്ക് കാശ് വേണ്ടേ? ദാ. എടുത്തോണ്ട് പോടാ ഇത്. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതുപോലും നിനക്ക് മനസ്സിലായില്ല അല്ലേ? കഷ്ടം. എന്ത് ദ്രോഹം ഞാൻ നിനക്ക് ചെയ്തത്? അതെങ്കിലും ഒന്ന് പറഞ്ഞതാ. നീ ചെയ്തതെന്തെന്ന് നിനക്കറിയില്ല അല്ലേ? ശരി, കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മന്ദബുദ്ധിക്ക് ചൊല്ലിത്തരാം. എന്തിനാ ഞാൻ അവിടെ വന്നത്? പറയൂ. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ആണല്ലോ. എന്നിട്ട് നീ വന്നോ? ഇല്ല. ഡ്രൈവർ വന്നു നിൽക്കുന്നത് പോലെ നീ എന്നെ അവിടെ നിർത്തി. അതെന്തിനാ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി വരണ്ട. പോരട്ടെ, ചോദിച്ചത് ഉത്തരം പറയടി. എന്തിനാ നീ എന്നെ അവിടെ 30 മിനിറ്റ് പിടിച്ചു നിർത്തിയത്? അത് ഞങ്ങളൊരു കാര്യം ചർച്ച ചെയ്യായിരുന്നു. ഞങ്ങളോ? അതാരൊക്കെയാ? പറയടി.
പറയടി, പറയാൻ. അത് സതീഷ് സാറും പിന്നെ സതീഷ് സാർ ആരാടി നിന്റെ സതീഷ് സാറ്?